മതേതരത്വമാണ് എന്റെ രാഷ്ട്രീയം, കോൺഗ്രസ് ആണ് എന്റെ മതം, മതത്തിനും സമുദായത്തിനും അതീതമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവനാണ് ഞാനെന്ന് ആന്റോ ആന്റണി പറഞ്ഞപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളില്ലേ എന്ന് ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാകാം. ആന്റോ ആന്റണി KPCC പ്രസിഡന്റ് ആകുമെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തുടങ്ങിയതാണ് മെത്രാൻമാരുടെ പ്രതിനിധിയാണ്, സഭയുടെ കുഞ്ഞാടാണെന്നല്ല. അതിന് മറുപടിയായിട്ടാണ് ആന്റോ മുൻപ് പറഞ്ഞ വാദങ്ങൾ മാധ്യമങ്ങളോട് പറയേണ്ടി വന്നത്. കഴിഞ്ഞ 50-ൽ പരം വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഒരിക്കൽ പോലും ജാതി പറഞ്ഞ് വോട്ട് പിടിക്കുകയോ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടുള്ള വ്യക്തിയല്ല ആന്റോ ആന്റണി. എല്ലാ സമുദായങ്ങളുമായും കൈകോർത്തുള്ള പ്രവർത്തനമായിരുന്നു അനുവർത്തിച്ചു വന്നിരുന്നത്. എന്നാൽ ഒരു ക്രിസ്ത്യൻ സമുദായം KPCC പ്രസിഡന്റ് ആകുമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഹാലിളകിയത് ഒരു സമുദായത്തിന്റെ പേരിൽ അതിന്റെ തലപ്പത്ത് കയറിയിരുന്ന് ഏത് പേക്കൂത്തും കാണിക്കാൻ മടിയില്ലാത്ത വെള്ളാപ്പള്ളി നടേശനാണ്. SNDP എന്ന സമുദായ പ്രസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും ആ കുലത്തൊഴിൽ ചെയ്ത് ജീവിക്കേണ്ടി വന്നിരുന്നേനെ. എന്നാൽ ഒരു സമുദായത്തെ എങ്ങനെയെല്ലാം വരുതിയിൽ നിർത്തി തങ്ങളുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കാമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് തുറന്നു കാണിച്ചു കൊടുത്ത ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ചു പേർക്കേ ജാതി സ്പർദ്ധയുള്ളൂ. എന്നാൽ സമുദായങ്ങൾ തമ്മിൽ തല്ലുകൂടുന്നത് കാണുവാനും അതുവഴി സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ലാഭം ഉണ്ടാക്കുവാനും താല്പര്യമുള്ളവർ അതിലേറെയുണ്ട്. സമുദായ അംഗങ്ങൾക്കിടയിൽ ഒരു രഹസ്യഹിത പരിശോധന നടത്തിയാൽ വെള്ളാപ്പള്ളി നടേശന് സമുദായത്തിന്റെ ഉള്ളിലുള്ള മതിപ്പ് വെളിപ്പെടുന്നതാണ്. എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ട് എല്ലാവർക്കും അർഹിക്കുന്ന അംഗീകാരം നൽകി അവതരിപ്പിച്ച KPCC ഭാരവാഹികളുടെ പട്ടിക കണ്ട് വിറളി പിടിച്ച് വല്ലതും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ക്രിസ്ത്യാനിക്ക് ഇവിടെ KPCC പ്രസിഡന്റ് ആകുവാനുള്ള അവകാശമില്ലേ? വെള്ളാപ്പള്ളി നടേശൻ ആൾക്കാർക്ക് സംവരണം ചെയ്തിരിക്കുന്ന സ്ഥാനമൊന്നുമല്ലല്ലോ KPCC പ്രസിഡന്റ് സ്ഥാനം. ഒരാൾക്ക് പോലും കുറ്റം പറയാൻ പാടില്ലാത്ത രീതിയിലാണ് KPCC പുനഃസംഘടന നടന്നിരിക്കുന്നത്. ഇത് പലരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട്. മാത്രമല്ല ആന്റോ ആന്റണിയെ പ്രകോപിപ്പിച്ച് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പുതിയ ഒരു ഗ്രൂപ്പ് സമവാക്യം ഉണ്ടാക്കിയെടുക്കാമെന്ന ചില കപട രാഷ്ട്രീയക്കാരുടെ മോഹവും ഇതിന്റെ പിന്നാമ്പുറത്തുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 2026-ൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുൻപ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും മുതിർന്ന നേതാവായ ആന്റോ ആന്റണിയെ പോലെയുള്ള ഒരാളെ അപമാനിച്ച് നിശബ്ദനാക്കാൻ സാധിച്ചാൽ അതുകൊണ്ട് ഗുണം കിട്ടുന്നത് അവർക്കൊക്കെയാണ് എന്ന് പഠിക്കേണ്ടത് വിഷയമാണ്. കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJPയെയും സംസ്ഥാനത്ത് ഭരിക്കുന്ന പിണറായി വിജയനെയും ഒരേപോലെ തൊട്ടു വന്നിച്ച് മുന്നോട്ട് പോകുന്ന വെള്ളാപ്പള്ളി നടേശന്മാരെയാണ് കേരളം സൂക്ഷിക്കേണ്ടത്.